ശബരിമല സ്വർണ്ണപ്പാളികളിലെ തൂക്കക്കുറവ് മനഃപൂർവ്വമായ തിരിമറിയാകാമെന്ന് ഹൈക്കോടതി. 2019 സ്വർണ്ണപ്പാളി തിരികെത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്താത്തത് ഗുരുതര ഭരണവീഴ്ചയാണ്. ശബരിമലയുടെ പവിത്രതയെയും വിശ്വാസ്യതയെയും ക്ഷേത്രഭരണത്തിന്റെ സുതാര്യതയും വിഷയം ബാധിച്ചു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. 2019 സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിലാണ് കോടതി ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിച്ചത്. സ്വർണ്ണപ്പാളികളും പീഠങ്ങളും കൈമാറ്റം ചെയ്തത് മതിയായ സുരക്ഷയില്ലാതെ. സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ പോയില്ല. 1 മാസത്തിലേറെ സമയമെടുത്ത് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചതും സംശയകരം. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ 42.8 കിലോഗ്രാമായിരുന്നു തൂക്കം. അത് സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയപ്പോൾ ഭാരം 38.258 കിലോഗ്രാമായി. 4 കിലോഗ്രാമിന്റെ കുറവിൽ അന്വേഷണം വേണമെന്നാണ് കോടതി നിർദ്ദേശം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലും പരിശോധന വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊണ്ടുപോയ സ്വർണ്ണപാളികൾക്ക് പകരം തിരികെ ഏൽപ്പിച്ചത് മറ്റു പാളികളാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. വിവാദങ്ങൾക്കില്ലെന്ന നിലപാടിലാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒരാളിനെ പഴിചാരാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിവാദമാണ്. കോടതിയുടെ ഒരു അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം എനിക്ക് ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അറിയില്ലായിരുന്നു. സ്വർണ്ണപ്പാളികൾ എന്നത് ചെമ്പ് തകിടുകൾ എന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തി. വസ്തുതകൾ പുറത്തുവരാതിരിക്കാനുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.